എല്ലാവർക്കും നമസ്കാരം. പ്ലസ് വൺ ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്ററായ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷനിലെ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് എന്താണ് റിജിഡ് ബോഡി എന്നുള്ളതും റിജിഡ് ബോഡിയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസ്, അതായത് ട്രാൻസ്ലേഷണൽ മോഷൻ, റൊട്ടേഷണൽ മോഷൻ, റോളിംഗ് മോഷൻ തുടങ്ങിയവയെല്ലാം റിജിഡ് ബോഡിക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. അതിനുശേഷം സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ ബോഡി എന്താ നമ്മൾ മനസ്സിലാക്കി. സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ ബോഡി എന്നുള്ളത് ഇറ്റ് ഈസ് എൻ ഇമാജിനറി പോയിന്റ് അറ്റ് വിച്ച് ദി ഓൾ മാസ് ഓഫ് ദി ബോഡി ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. അതിനുശേഷം സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുന്ന ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്തു. സെൻറ്റർ ഓഫ് മാസ് ഡിറൈവ് ചെയ്യുന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സെൻറ്റർ ഓഫ് മാസ് കാണാമെന്നുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസും നമ്മൾ ചെയ്യുകയുണ്ടായി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിൻറ്റ്സ് മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്താണെന്നുള്ളതാണ്. മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ്പ്ലനേഷൻ, അതിൻ്റെ ചില എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം വെക്റ്റർ പ്രോഡക്റ്റ് ഓഫ് 2 വെക്റ്റേഴ്സ് എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാക്കും. ഇതിനെ ബേസ് ചെയ്തുള്ള കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസും ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ആദ്യമായിട്ട് മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്, അതാണ് ആദ്യത്തെ ടോപ്പിക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് മനസ്സിലാക്കിയൊരു കാര്യമായിരുന്നു, ഫോർ എ സിസ്റ്റം ഓഫ് n പാർട്ടിക്കിൾസ് XCM, that is the position vector of center of mass, XCM is equal to m1 x1 plus m2 x2 plus etc. up to mn xn divided by mn plus m2 plus etc. up to mn. It was for a system of n particles. നമ്മൾ ആദ്യം 2 പാർട്ടിക്കിൾ സിസ്റ്റം എടുത്തു, പിന്നെ 3 പാർട്ടിക്കിൾ സിസ്റ്റം എടുത്തു. അങ്ങനെ ജനറലൈസ് ചെയ്ത് n പാർട്ടിക്കിൾ സിസ്റ്റം ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടിയത്. ഇതിൽ m1 പ്ലസ് m2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മാസ് ഓഫ് ഈച്ച് പാർട്ടിക്കിൾസ്. അപ്പോൾ ഇത് ഓവറോൾ സം എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഈ സിസ്റ്റത്തിൻ്റെ മൊത്തം മാസമായിരിക്കും. അതിന് നമ്മൾ ക്യാപിറ്റൽ എം എന്ന് എടുക്കാം. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയായി മാറും. m1 പ്ലസ് m2 പ്ലസ് അപ് ടു mn പകരം നമുക്ക് ക്യാപിറ്റൽ എം എന്ന് കൊടുക്കാം. ഈ എമ്മിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് m ഇൻറ്റു XCM ഈസ് ഈക്വൽ ടു m1 x1 പ്ലസ് m2 x2 പ്ലസ് എക്സെട്ര അപ് ടു mn xn. ക്ലിയർ ആയല്ലോ? നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാണ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഇത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എം കോൺസ്റ്റൻ്റ് ആണ്, എമ്മിന് മാറ്റമില്ല. അപ്പോൾ എം അതേപോലെ എഴുതി. ദെൻ ഡി XCM ഡിവൈഡഡ് ബൈ ഡി ടി, അതായത് ഡി ബൈ ഡി ടി ഓഫ് XCM എടുത്തു ഈക്വൽ ടു m1 അതേപോലെ എഴുതി dx1 ബൈ ഡി ടി പ്ലസ് m2 ഇൻറ്റു dx2 ബൈ ഡി ടി എക്സെട്ര അപ് ടു mn dxn ബൈ ഡി ടി. ഓക്കെ, ദെൻ വാട്ട് ഈസ് dx ബൈ ഡി ടി? ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡഡ് ബൈ ടൈം. നമുക്കറിയാം വെലോസിറ്റിയാണ്. ഈ XCM എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടറാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി ആയിരിക്കും. ദാറ്റ് ഈസ് MVCM ഈസ് ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2 പ്ലസ് എക്സെട്ര അപ് ടു mn vn. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ മനസ്സിലാക്കേണ്ടത് മാസിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെൻറ്റമാണ്. സോ m ഇൻറ്റു VCM ക്യാൻ ബി റിട്ടൺ ആസ് PCM, ദാറ്റ് ഈസ് മൊമെൻറ്റം ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ്. ലീനിയർ മൊമെൻറ്റം ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം P1 പ്ലസ് സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം P2 പ്ലസ് എക്സെട്ര അപ് ടു Pn. സോ PCM ഈസ് ഈക്വൽ ടു P1 പ്ലസ് P2 പ്ലസ് എക്സെട്ര അപ് ടു Pn. ഓക്കെ, നമുക്ക് ഇക്വേഷനിൽ നിന്ന് നോക്കൂ. ഇവിടെ MVCM ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമുക്ക് VCM എഴുതാം. സോ VCM ഈസ് ഈക്വൽ ടു എമ്മിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും? m1 v1 പ്ലസ് m2 v2 പ്ലസ് എക്സെട്ര അപ് ടു mn vn ഡിവൈഡഡ് ബൈ m. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെലോസിറ്റി ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാം. ന്യൂമറിക്കൽ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഇക്വേഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അത് MVCM ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്മൾ വെലോസിറ്റിനെ വി ആർ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി വൺസ് അഗൈൻ. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? m അതേപോലെ എഴുതി dVCM ബൈ ഡി ടി, അതായത് VCMനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു ഈക്വൽ ടു m1 ഇൻറ്റു velocity of the first particle and differentiate dv1 by dt plus m2 into dv2 by dt etc. up to mn dvn by dt. നമ്മൾ പഠിച്ചിട്ടുണ്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്നത് എന്താണ്? ആക്സലറേഷൻ ആണ് അല്ലേ? സോ m ഇൻറ്റു dvcm by dt പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ACM, ദാറ്റ് ഈസ് ആക്സലറേഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു m1 ഇൻറ്റു a1 എന്ന് പറഞ്ഞ ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ ആക്സലറേഷൻ, ദാറ്റ് ഈസ് m1 a1 പ്ലസ് m2 a2 പ്ലസ് എക്സെട്ര അപ് ടു mn an. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് 5ാമത്തെ ചാപ്റ്ററിൽ F ഈസ് ഈക്വൽ ടു ma, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം നമുക്കറിയാം മാസ് ഇൻറ്റു ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. സോ m ഇൻറ്റു ACM പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സെൻറ്റർ ഓഫ് മാസ് FCM ഈസ് ഈക്വൽ ടു ഫസ്റ്റ് പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F1 പ്ലസ് F2 പ്ലസ് എക്സെട്ര അപ് ടു Fn.
അപ്പോൾ ഇതിൽ നമുക്ക് ACM എന്താണെന്ന് എഴുതാം. ഹൗ വിൽ യു റൈറ്റ് ACM? ACM is equal to M1A1 plus M2A2 plus up to MnAn divided by M. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സലേഷൻ കണ്ടെത്താം. ACM is equal to M1A1 plus M2A2 plus etc. up to MnAn divided by M. ഓക്കെ, ഇത് നമ്മളൊരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ റിജിഡ് ബോഡിയിൽ നമുക്കറിയാം ഒരുപാട് പാർട്ടിക്കിൾസ് അകത്തതുണ്ട്. ഈ പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്കായിട്ട് ഇൻറ്റേർണൽ ഫോഴ്സ് ഉണ്ട്. അതുകൂടാതെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു റിജിഡ് ബോഡിയെ സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള ഫോഴ്സ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പാർട്ടിക്കിൾസ് ഇടയ്ക്കുള്ള ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഫോഴ്സും, നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ എക്സ്റ്റേണലി കൊടുക്കുകയാണെങ്കിൽ അത് എക്സ്റ്റേണൽ ഫോഴ്സുമായിരിക്കും. പക്ഷേ ഇവിടുത്തെ ഇൻറ്റേർണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ദ എക്സിസ്റ്റ് ഇൻ ഓപ്പോസിറ്റ് പെയേഴ്സ്, അതായത് രണ്ട് പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്കുള്ള ഇൻറ്റേർണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂട്ടൻ്റെ തേർഡ് ലോ പ്രകാരം ദിസ് ഇൻറ്റേർണൽ ഫോഴ്സസ് ആർ എക്സിസ്റ്റിംഗ് ഇൻ ഓപ്പോസിറ്റ് പെയേഴ്സ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ദിസ് ഫോഴ്സസ് ഗെറ്റ് ക്യാൻസൽ ഈച്ച് അതർ. അതായത് ഇവിടെ ഇൻറ്റേർണൽ ഫോഴ്സിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് പിന്നെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൺലി എഫ് എക്സ്റ്റേണൽ മാത്രമായിരിക്കും. സോ നമുക്ക് FCMന് പകരം എഫ് എക്സ്റ്റേണൽ എഴുതാം. സോ എഫ് എക്സ്റ്റേണൽ ഇസ് ഈക്വൽ ടു, ഇപ്പോൾ എന്ത് എഴുതാൻ പറ്റും? എഫ് എക്സ്റ്റേണൽ ഇസ് ഈക്വൽ ടു M into ACM. ഇവിടെ മനസ്സിലാക്കേണ്ടത് സെൻറ്റർ ഓഫ് മാസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓൺലി ദ എക്സ്റ്റേണൽ. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് മോഷനെ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. whatever be the system of particles or whatever be the motion of the individual particles, the center of mass moves obeying the equation F external is equal to M into ACM. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്നുള്ളത് ഏത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസും ശരിയായിരിക്കും. അതായത് ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എടുക്കുന്ന സമയത്തൊക്കെ അവിടുത്തെ സം ഓഫ് ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. പിന്നെ സെൻറ്റർ ഓഫ് മാസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൺലി എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ അത്തരത്തിലുള്ള സെൻറ്റർ ഓഫ് മാസ് മോഷൻ വരുന്ന സിറ്റുവേഷനിലൊക്കെ തന്നെ ഒബേ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു M into ACM എന്നുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ സെൻറ്റർ ഓഫ് മാസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതിൻ്റെ മോഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ സിസ്റ്റത്തിന്മേൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ സാധൂകരിക്കുന്ന ചില എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു എക്സാമ്പിൾ, വി ആർ കൺസിഡറിങ് എ പ്രൊജക്ടൈൽ വി ആർ ത്രോയിങ് എ പ്രൊജക്ടൈൽ ഇൻ ദിസ് വേ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഫോളോയിങ് എ പാരാബോളിക് പാത്ത്. നമുക്ക് വേണമെങ്കിൽ ഒരു പടക്കം ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു പടക്കത്തിന് നമ്മൾ തീ കൊളുത്തിയതിന് ശേഷം വി ആർ ത്രോയിങ് ഇറ്റ്. ആ ത്രോ ചെയ്യുന്ന സമയത്ത് അത് എയറിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? പൊട്ടുന്നു. അത് ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ക്രാക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ ആ ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സ് ഡിഫറെൻറ്റ് പാരാബോളിക് പാത്തിലൂടെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ഇവിടെ ഈ പടക്കം പൊട്ടുന്നത് എക്സ്പ്ലോഷൻ ഈസ് ഓൺലി ഡ്യൂ ടു ദ ഇൻറ്റേർണൽ ഫോഴ്സ്. അപ്പോൾ അവിടെ ഇൻറ്റേർണൽ ഫോഴ്സിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇൻറ്റേർണൽ ഫോഴ്സ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദി മോഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ്. അതായത് സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആർക്ക് കഴിയില്ല? ഇൻറ്റേർണൽ ഫോഴ്സിന് കഴിയില്ല. ഇവിടെ നമ്മൾ ഈ ത്രോ ചെയ്യുന്ന സമയത്ത് ഈ പ്രൊജക്ടൈൽ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എർത്തിൻ്റെ അട്രാക്ഷൻ, ദാറ്റ് ഈസ് ഓൺലി ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ഇവിടെ എക്സ്പ്ലോഷന് മുന്നേയും എക്സ്പ്ലോഷന് ശേഷവും ഇവിടെ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ്. അപ്പോൾ എക്സ്പ്ലോഷന് ശേഷവും ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതേ രീതിയിൽ തന്നെ ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ പാത്ത് ഈ തരത്തിലൂടെ പോയിട്ട് ഇറ്റ് വിൽ എൻഡ് ഹിയർ. അതായത് ഇതിൻ്റെ പരാബോളിക് പാത്ത് ആ തരത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതാണ് ഈ പറഞ്ഞു വരുന്നത്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. എ പ്രൊജക്ടൈൽ ഫോളോയിങ് എ പരാബോളിക് പാത്ത് എക്സ്പ്ലോർസ് ഇൻ ടു ഫ്രാഗ്മെന്റ്സ് ഇൻ എയർ. നമ്മൾ പറഞ്ഞ പടക്കം അതേപോലെ എന്തെങ്കിലും ഒരു ക്രാക്കർ പൊട്ടിത്തെറിക്കുകയാണ്. ആ എയറിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് എക്സ്പ്ലോഷൻ നടന്നു കഴിഞ്ഞാൽ ആ പാർട്ടിക്കിൾസ് അതിൻ്റെ ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റുകൾ അവിടുത്തെ ഫ്രാഗ്മെൻറ്റ്സ് എന്തായി മാറും? ഡിഫറെൻറ്റ് പരാബോളിക് പാത്തിലൂടെ മൂവ് ചെയ്യും. എക്സ്പ്ലോഷൻ ഈസ് ഓൺലി ഡ്യൂ ടു ദി ഇൻറ്റേർണൽ ഫോഴ്സ് ആൻഡ് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദി മോഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ്. സോ ദ ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഇറ്റ് ഈസ് ഓൺലി ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇവിടുത്തെ ഈ കേസിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, വിച്ച് ഈസ് ആക്ടിങ് ഓൺ ദ ബോഡി സൈൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ എക്സ്പ്ലോഷൻ. അതായത് നമ്മൾ എക്സ്പ്ലോഷന് മുന്നേയും എക്സ്പ്ലോഷന് ശേഷം ഇവിടെ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണ്. സെൻറ്റർ ഓഫ് മാസ് മൂവ്സ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. നമ്മൾ പറഞ്ഞ പോയിന്റ് അതാണ്. സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഫോഴ്സിന് ഇൻഫ്ലുവൻസിലാണ്. ആൻഡ് ഇറ്റ് ഫോളോസ് എ പാരാബോളിക് പാത്ത് ആസ് ഇറ്റ് വുഡ് ഹാവ് ഫോളോവഡ് ഇഫ് ദർ വർ നോ എക്സ്പ്ലോഷൻ. അതായത് ഈ പ്രൊജക്റ്റിൽ ഇവിടെ എക്സ്പ്ലോഷൻ നടത്തിയില്ല എങ്കിൽ ഈ പരാബോളിക് പാത്തിലൂടെ തന്നെ പോകുമായിരുന്നു. പക്ഷേ എക്സ്പ്ലോഷന് ശേഷവും ഈ സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള ഒരു പോയിന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഓൺലി എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ഇവിടുത്തെ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് അതിൻ്റെ പരാബോളിക് പാത്തിലൂടെ തന്നെ പോവുക ചെയ്യും. എക്സ്പ്ലോഷൻ നടന്നതിന് ശേഷം സെൻറ്റർ ഓഫ് മാസിൻ്റെ പാത്തിന് വ്യത്യാസം വരുന്നില്ല. ആ ഫ്രാഗ്മെൻറ്റുകൾ ഡിഫറെൻറ്റ് പരാബോളിക് പാത്തിലായിട്ട്
മൂവ് ചെയ്യുകയാണെങ്കിലും സെൻറ്റർ ഓഫ് മാസിൻ്റെ ആ പാത്ത് it is affected only by the external force, and the external force acting here is only the gravitational force. Our gravitational force before explosion and after explosion has no change, so the center of mass follows the same parabolic path before explosion and after explosion. അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ പരിശോധിക്കാം. We are considering a radioactive nucleus. Radioactive nucleus അത് രണ്ട് ന്യൂക്ലിയകളായിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. അത് നമ്മൾ ഡോട്ടർ ന്യൂക്ലിയ എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ സിറ്റുവേഷൻ ഇവിടെ നോക്കാം. എ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് വിച്ച് ഈസ് അറ്റ് റെസ്റ്റ് ഇരിക്കുന്ന റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് ആണ്. അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് രണ്ട് ന്യൂക്ലിയ ഉണ്ട്. അതിന് നമ്മൾ ഡോട്ടർ ന്യൂക്ലിയ എന്ന് പറയുന്നത്. ഒരു ഡോട്ടർ ന്യൂക്ലിയ ഈ ഡയറക്ഷനിലും ഒരു ഡോട്ടർ ന്യൂക്ലിയ ഇങ്ങോട്ടും വരുന്നു. അപ്പോൾ ഇവിടെ ഡിസിൻറ്റഗ്രേഷൻ എന്നത് ഇറ്റ് ഈസ് ഓൺലി ഡ്യൂ ടു ദ ഇൻറ്റേർണൽ ഫോഴ്സ്. അപ്പോൾ ഈ ന്യൂക്ലിയസിനെ സംബന്ധിച്ച് സെൻട്രൽ ഓഫ് മാസ് എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു ഇന്റേണൽ ഫോഴ്സിന് സെൻട്രൽ ഓഫ് മാസിന്റെ മോഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ ന്യൂക്ലിയസ് റെസ്റ്റിലായിരിക്കുന്ന സമയത്ത് അതിന്റെ സെൻട്രൽ ഓഫ് മാസ് എവിടെയായിരുന്നോ ആ പോയിന്റിലായിരിക്കും അതിന്റെ സെൻട്രൽ ഓഫ് മാസ് നിൽക്കുന്നുണ്ടാവുക. പക്ഷേ രണ്ട് ഡോട്ടർ ന്യൂക്ലിയ രണ്ട് ഡയറക്ഷനിലേക്കും പോകുന്നതായിട്ട് കാണാം. നോക്കൂ, എ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് അറ്റ് റെസ്റ്റ് ഡീക്കേസ് ആൻഡ് ഫോം ടു ഡോട്ടർ ന്യൂക്ലിയ ആൻഡ് ഡോട്ടർ ന്യൂക്ലിയ ഫ്ലൈ ഓഫ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എന്തുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമുക്കിപ്പോൾ നോക്കാം. ഈ രണ്ട് ന്യൂക്ലിയയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നതായിട്ട് കാണാം വിത്ത് ഡിഫറെൻറ്റ് വെലോസിറ്റീസ്. രണ്ടിൻ്റെയും വെലോസിറ്റി ഡിഫറൻ്റ് ആയിരിക്കും. ഒന്ന് ലൈറ്റർ ഒന്ന് ഹെവി ന്യൂക്ലിയായിട്ടാണ് പോകുന്നതെങ്കിൽ രണ്ടിൻ്റെയും വെലോസിറ്റിയും ഡിഫറൻ്റ് ആയിരിക്കും. ബട്ട് സെൻറ്റർ ഓഫ് മാസ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. സെൻറ്റർ ഓഫ് മാസിന് മാറ്റം വരുന്നത് അതേപോലെ തന്നെ നിൽക്കുന്നു. നമുക്കറിയാം ഇതൊരു 2 പാർട്ടിക്കിൾ സിസ്റ്റമാണ്. ഒരു ന്യൂക്ലിയ ഇവിടെ ഒരു ന്യൂക്ലിയ ഇവിടെ. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം VCM is equal to m1v1 plus m2v2 divided by m1 plus v2. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമുക്കതിനെ ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് m1 plus m2 into VCM is equal to m1 v1 plus m2 v2. നമ്മൾ പറഞ്ഞു സെൻറ്റർ ഓഫ് മാസ് റിമൈൻസ് അറ്റ് റെസ്റ്റ്. ദാറ്റ് മീൻസ് വെലോസിറ്റി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഈസ് 0. അപ്പോൾ നമുക്ക് വെലോസിറ്റി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് 0 ആയതുകൊണ്ട് ഈ പാർട്ട് 0 എന്ന് എഴുതാം. 0 is equal to m1 v1 plus m2 v2 അല്ലേ? നമുക്കിതിനെ ഈക്വൽ ടുൻ്റെ ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എഴുതാം m1 v1 equal to മൈനസ് m2 v2. അപ്പോൾ ഇവിടെ മൈനസ് സൈൻ വരാനുള്ള കാരണം ഈ m1 m2 മാസുള്ള ഡിഫറെൻറ്റ് ന്യൂക്ലിയൈ പോകുന്ന ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഡിഫറെൻറ്റ് ഡയറക്ഷൻ മാത്രമല്ല ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. v1 ആണ് ഇതിൻ്റെ വെലോസിറ്റി എങ്കിൽ v2 ഇതിൻ്റെ വെലോസിറ്റി ആയിരിക്കും. ഒന്ന് ഈ ഡയറക്ഷനിൽ പോകുന്നു, മറ്റേ ന്യൂക്ലിയൈ പോകുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് m1 v1 is equal to മൈനസ് m2 v2 ആയതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും mv is a constant. മൈനസ് സൈൻ കാണിക്കുന്നത് ന്യൂക്ലിയൈൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ മൈനസ് സൈൻ ഒഴിവാക്കി കഴിഞ്ഞാൽ m1 v1 equal to m2 v2 അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും mv is a constant. mv എന്ന് പറയുന്നത് എന്താണ്? മൊമെൻ്റം ആണ്. സോ p equal to a constant. മൊമെൻ്റം, ലീനിയർ മൊമെൻ്റം is a constant. അപ്പോൾ ഇവിടെ നിന്ന് m equal to a constant by v. a constant by v. അതായത് വെലോസിറ്റി കൂടിയ പാർട്ടിക്കിളിൻ്റെ മാസ് കുറവായിരിക്കും. അതായത് ലൈറ്റർ ന്യൂക്ലിയൈ ഗ്രേറ്റർ സ്പീഡിലായിരിക്കും പോവുക. അതേസമയം ഹെവി ന്യൂക്ലിയ എന്ന് പറയുന്നത് മാസ് കൂടിയ ന്യൂക്ലിയെ സംബന്ധിച്ച് അതിൻ്റെ വെലോസിറ്റി കുറവായിരിക്കും. മാത്രമല്ല ഇതിൻ്റെ ഡയറക്ഷൻ എന്നുള്ളത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമായിരിക്കും. ഇതാണ് റേഡിയോ ന്യൂക്ലിയ റെസ്റ്റിലായിരിക്കുന്ന സമയത്ത് നടക്കുന്നത്. അതായത് സെൻറ്റർ ഓഫ് മാസ് വിൽ റിമെയിൻ അറ്റ് റെസ്റ്റ്. ഇന്റേണൽ ഫോഴ്സ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദി മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. ഇനി റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് ഒരു യൂണിഫോം മോഷനിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് വിച്ച് ഈസ് മൂവിങ് യൂണിഫോംലി. അതായത് യൂണിഫോം മോഷനിൽ പോകുന്ന ഒരു കേസിൽ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇത് ഡിസിൻറ്റഗ്രേഷൻ നടക്കുകയാണെങ്കിൽ ഒരു ന്യൂക്ലിയ ഈ ഡയറക്ഷനിലും ഈ ഡയറക്ഷനിൽ പോവുകയും പക്ഷേ സെൻറ്റർ ഓഫ് മാസിനെ സംബന്ധിച്ചിട്ട് അത് യൂണിഫോം മോഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതേ പാത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. കാരണം ഇവിടെ ഈ ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇന്റേണൽ ഫോഴ്സ്. അപ്പോൾ ഇവിടെ യൂണിഫോം മോഷൻ ഏത് തരത്തിലാണോ പോകുന്നത് ആ തരത്തിൽ തന്നെ സെൻറ്റർ ഓഫ് മാസ് കണ്ടിന്യൂ ആയിട്ട് കാണാം. അത് സെൻറ്റർ ഓഫ് മാസ് ഈസ് ഇൻ യൂണിഫോം മോഷൻ. അതായത് ഇന്റേണൽ ഫോഴ്സിന് സെൻറ്റർ ഓഫ് മാസിന്റെ മോഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നില്ല. If there is only an external force, then external force can influence the center of mass. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിൾ നമ്മൾ മനസ്സിലാക്കുന്നത് എക്സ്റ്റേണൽ ഫോഴ്സിന് മാത്രമേ സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇന്റേണൽ ഫോഴ്സിനെ സംബന്ധിച്ച് സെൻറ്റർ ഓഫ് മാസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല. മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസിന് നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ബൈനറി സ്റ്റാർ സിസ്റ്റം. ബൈനറി സ്റ്റാർ എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റാറുകൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്, S1 ആൻഡ് S2. ഈ രണ്ട് സ്റ്റാറിനെ സംബന്ധിച്ച് 2 പാർട്ടിക്കിൾ സിസ്റ്റമാണ്. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ
S1 എന്നുള്ള സ്റ്റാർ ഈ തരത്തിലും S2 സ്റ്റാർ ഈ തരത്തിൽ ഇതിലിങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. S1ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാവുന്ന സമയത്ത് S2 ആ പോയിന്റിൽ ഇങ്ങോട്ട്, അതായത് ഡയമട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ രണ്ട് സ്റ്റാറുകൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ അറിയാം ഇവിടെ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ഇഫ് ദർ ആർ നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ദെൻ ദ ഡബിൾ സ്റ്റാർ മൂവ്സ് ലൈക്ക് എ ഫ്രീ പാർട്ടിക്കിൾ. അതായത് എക്സ്റ്റേണൽ ആയ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നെങ്കിൽ മാത്രമേ അവിടെ ആക്സലേഷൻ ഉണ്ടാവുള്ളൂ. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ആക്സലേഷൻ ഇല്ല. അപ്പോൾ ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ യൂണിഫോം മോഷൻ. അതായത് ഈ ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് C ആണ്. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അവിടെ സെന്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്നത് യൂണിഫോം മോഷനിലായിരിക്കും. ദാറ്റ് ഈസ് സെന്റർ ഓഫ് മാസ് ഇൻ യൂണിഫോം മോഷൻ. അത്തരത്തെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ രണ്ട് സ്റ്റാർ ഈ തരത്തിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ ഒബേ ചെയ്യാൻ കഴിയുള്ളൂ. അതായത് ഈ സെന്റർ ഓഫ് മാസ് ഇവിടെയാണെങ്കിൽ, അതായത് ഈ സ്റ്റാർ S1ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, അതേ സമയത്ത് S2 എന്നുള്ള അതിൻ്റെ ഡയറക്ഷൻ ഉണ്ട്. രണ്ടിൻ്റെയും പാത്ത് രണ്ട് തരത്തിലാണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് സോളിഡ് ലൈനായിട്ടും ഒന്ന് ഈ തരത്തിലുള്ള ഡോട്ട് ലൈനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ S1ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ ഇവിടെ S2ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇവിടുത്തെ സെൻട്രൽ ഓഫ് മാസ് ഈ തരത്തിലായിരിക്കും. ഇനി സെൻട്രൽ ഓഫ് മാസ് ഇങ്ങനെ യൂണിഫോം മോഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോയിന്റിൽ എത്തുന്ന സമയത്താണെങ്കിൽ സെൻട്രൽ ഓഫ് മാസ് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അതായത് S1ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ S2ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഇവിടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ ഈ പോയിന്റിൽ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അതായത് ഈ ബൈനറി സ്റ്റാർ സിസ്റ്റം കൺസിഡർ ചെയ്യുന്ന സമയത്ത് സെൻട്രൽ ഓഫ് മാസ് is not influenced by the external force. The center of mass in uniform motion. ആ തരത്തിൽ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് ബൈനറി സ്റ്റാർ സിസ്റ്റം എന്ന് പറയുന്നതും മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസിന് വേറെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഈ എക്സാമ്പിൾസ് എല്ലാം തന്നെ വ്യക്തമാകുന്നത് ഓൺലി ദ എക്സ്റ്റേണൽ ഫോഴ്സ് ക്യാൻ ഇൻഫ്ലുവൻസ് ദി മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ആൻഡ് ഇന്റേണൽ ഫോഴ്സ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദി സെൻറ്റർ ഓഫ് മാസ് മോഷൻ. ഇനി നമുക്ക് ഈ കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. A child sits at the end of a long trolley moving uniformly with a speed of v on a horizontal smooth floor. ഒരു ഹൊറിസോണ്ടൽ സ്മൂത്ത് ഫ്ലോറിലൂടെ ഒരു ട്രോളിയിൽ ഒരു കുട്ടി ഇരുന്ന് പോവുകയാണ് വിത്ത് എ യൂണിഫോം സ്പീഡ് ഓഫ് v. If the child gets up and run about on the trolley, അതായത് കുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഈ ട്രോളിയിലൂടെ ഓടുകയാണെങ്കിൽ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദി cm ഓഫ് ട്രോളി പ്ലസ് ചൈൽഡ് സിസ്റ്റം. ഇവിടെ ഒരു ടു പാർട്ടിക്കിൾ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാം. ട്രോളി എന്നുള്ളൊരു പാർട്ടിക്കിളും ചൈൽഡ് എന്നുള്ളൊരു പാർട്ടിക്കിളും. അപ്പോൾ ഈ ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസിന് എന്ത് ഇഫക്റ്റ് ആണ് വരിക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് കുട്ടി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, അത് കുട്ടി എഴുന്നേൽക്കുന്ന സമയത്ത് കുട്ടി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി ഇന്റേണൽ ഫോഴ്സ്. സിസ്റ്റത്തിൻ്റെ അകത്തുള്ളൊരു ഫോഴ്സാണ് കുട്ടി അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓൺലി ആൻ ഇന്റേണൽ ഫോഴ്സ്. നമുക്കറിയാം എഫ് എക്സ്റ്റേണൽ ക്യാൻ ഇൻഫ്ലുവൻസ് സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏത് ഫോഴ്സ് മാത്രമാണ്? എഫ് എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രമാണ്. ഇവിടെ ഇന്റേണൽ ഫോഴ്സ് മാത്രമാണ് കുട്ടിക്ക് അവിടെ ആക്ട് ചെയ്യാൻ കഴിയുന്നത്. അതിൻ്റെ ഫലമായിട്ട് സെൻറ്റർ ഓഫ് മാസിന് ഒരു ചേഞ്ചും ഉണ്ടാവില്ല. സോ ദ സ്പീഡ് ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ഓഫ് ട്രോളി പ്ലസ് ചൈൽഡ് സിസ്റ്റം റിമെയിൻ അൺചേഞ്ച്. എന്ന് പറഞ്ഞാൽ കുട്ടി എഴുന്നേൽക്കുന്നതിന് മുന്നേ ഇരുന്ന് പോകുന്ന സമയത്ത് ഈ സിസ്റ്റത്തിൻ്റെ വെലോസിറ്റി എന്തായിരുന്നു അതേ വെലോസിറ്റി തന്നെ ആയിരിക്കും കുട്ടി എഴുന്നേറ്റ് നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത്. കാരണം അവിടെ ചൈൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇന്റേണൽ ഫോഴ്സാണ്. ഇന്റേണൽ ഫോഴ്സിന് സെൻറ്റർ ഓഫ് മാസിന് മോഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് പറയുകയുണ്ടായി. അതുകൊണ്ട് ഇവിടെ ഈ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇനീഷ്യലി v ആയതുകൊണ്ട് ഈ കുട്ടിയുടെ ഈ മൂവ്മെൻറ്റിന് ശേഷവും അതിൻ്റെ വെലോസിറ്റി v തന്നെയായിരിക്കും. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് വെക്ടർ പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിട്ടുണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് രണ്ട് ടൈപ്പിലുള്ളത്, സ്കേലാർ ക്വാണ്ടിറ്റീസ് ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്. സ്കേലാർ ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. പക്ഷേ വെക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ട് തരത്തിലുള്ള മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയും. അതിൽ ഒന്ന് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്, രണ്ടാമത്തത് ക്രോസ് പ്രൊഡക്റ്റ് ആണ്. അതായത് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന വേറൊരു പേരാണ് സ്കേലാർ പ്രൊഡക്റ്റ്. അതായത് എ ബി എന്നുള്ള രണ്ട് വെക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു സി എന്നുള്ളതായിരിക്കും. ഇത് നിങ്ങൾ വർക്ക് പവർ എനർജി എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പഠിച്ചിട്ട് ഇക്വേഷനാണ് വർക്ക് ഡബ്ല്യു ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് എസ്. അതായത് വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ എഫ് എന്നുള്ളത് വെക്ടറാണ്, എസ് എന്നുള്ളതും ഡിസ്പ്ലേസ്മെന്റ് വെക്ടറാണ്. പക്ഷേ ഡബ്ല്യു എന്നുള്ളത് ദാറ്റ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. അപ്പോൾ ഇത്തരം പ്രോഡക്റ്റ് നമ്മളെന്ന് പറയുന്ന പേരാണ് ഡോട്ട് പ്രോഡക്റ്റ്. എ ഡോട്ട് ബി ഈക്വൽ ടു സി ആണെങ്കിൽ ഇവിടെ സിക്ക് ഉള്ളത് ഓൺലി മാഗ്നിറ്റ്യൂഡേ ഉള്ളൂ. സി ഈസ് ഹാവിങ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. അതായത് ഇവിടെ എഫ് ഡോട്ട് എസ് ഈക്വൽ ടു ഡബ്ല്യു
വർക്ക് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി, നമ്മൾ മുന്നേ പഠിച്ചാണ്. ഇനി വെക്ടർ പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇഫ് യു ആർ ടേക്കിംഗ് ടു വെക്ടേഴ്സ്, വെക്ടർ എ ആൻഡ് വെക്ടർ ബി, ദാറ്റ് ഈസ് വെക്ടർ എ ക്രോസ് ബി, നമ്മളിതിനെ പറയുന്ന പേര് വെക്ടർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് എന്നാണ്. ക്രോസ് പ്രൊഡക്റ്റ്, ക്രോസ് എന്നാണ് വായിക്കുന്നത്. എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു ഇറ്റ് വിൽ ബി അഗെയിൻ അനദർ വെക്ടർ ദാറ്റ് ഈസ് വെക്ടർ സി. അവിടെ സി എന്നുള്ള നമ്പർ ആയിരുന്നു, ഇവിടെ സി എന്നുള്ള വെക്ടറാണ്. അതായത് സിക്ക് ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതേപോലെ അതിന് ഡയറക്ഷനും ഉണ്ട്. ഇനി നമുക്ക് സി എന്നുള്ളതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ എഴുതാം? വെക്ടർ സി എന്നുള്ളതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് മോഡുലസ് ഓഫ് വെക്ടർ സി ഈസ് ഈക്വൽ ടു, ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് മോഡുലസ് ഓഫ് വെക്ടർ എ എന്ന് പറഞ്ഞാൽ എ എന്നുള്ള വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ബി എന്നുള്ള വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു സൈൻ തീറ്റ, where theta is the angle between vector A and vector B. നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് വെക്ടേഴ്സ് ആണ് വെക്ടർ എയും ബി എങ്കിൽ അതിന് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ എന്നുള്ളത്. ഓക്കെ, ഇനി സി എന്നുള്ള വെക്ടറിനെ സംബന്ധിച്ച് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് പറഞ്ഞു, അതിന് ഡയറക്ഷൻ ഉണ്ട്. വാട്ട് അബൌട്ട് ദ ഡയറക്ഷൻ? ദ ഡയറക്ഷൻ ഓഫ് സി ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. എ എന്നുള്ള വെക്ടറിനും ബി എന്നുള്ള വെക്ടറും പെർപെൻഡിക്കുലർ ആയിരിക്കും ആരുടെ ഡയറക്ഷൻ? സി എന്നുള്ള വെക്ടറിൻ്റെ ഡയറക്ഷൻ. നമുക്കതിവിടെ നോക്കാം. നിങ്ങളൊരു പ്ലെയിൻ ഷീറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെ ഷീറ്റ് എടുത്തിട്ട് അവിടെ രണ്ട് വെക്ടേഴ്സ് കൺസിഡർ ചെയ്യുക. ഒന്ന് വെക്ടർ എ എന്നൊരു വെക്ടർ ഇവിടെയും വെക്ടർ ബി എന്നുള്ള ഈ വെക്ടറും, ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ്? സി എന്ന് പറയുന്നത്. എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു സി ആണെങ്കിൽ ആ സിയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. കാരണം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. എയിൽ നിന്ന് ബിയിലേക്ക് എടുക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ്, അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നത്. ദാറ്റ് ഈസ് എയും ബിയും ഇടയ്ക്കുള്ള ആംഗിൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ എ ക്രോസ് ബിയുടെ വാല്യൂ എന്ന് പറയുന്നത്, അത് സിയുടെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇനി ബി ക്രോസ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, അതായത് ബിയിൽ നിന്ന് എയിലേക്ക് എടുക്കുന്നതെങ്കിൽ, അപ്പോൾ നമ്മൾ എടുക്കുന്ന ആംഗിളിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആയിരിക്കും. ബി ക്രോസ് ആണെങ്കിൽ അവിടുത്തെ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ആയിരിക്കും. അപ്പോൾ ഈ സിയുടെ ഡയറക്ഷൻ ഇപ്പോൾ നേരെ പെർപെൻഡിക്കുലറി അപ്വേർഡ്സ് ആണെങ്കിൽ ബി ക്രോസ് എടുക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഡൗൺവേർഡ്സ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ ഇറ്റ് ഈസ് ആക്ടിങ് അപ്വേർഡ്സ്, അതേസമയം ബി ക്രോസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. അതിൻ്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് വെക്ടർ സി ആണെങ്കിൽ ഇത് മൈനസ് വെക്ടർ സി ആയിരിക്കും. സോ ദാറ്റ് അബൌട്ട് ദി ഡയറക്ഷൻ ഓഫ് വെക്ടർ പ്രൊഡക്റ്റ്. നമുക്ക് മോഡുലസ് ഓഫ് വെക്ടർ എ ക്രോസ് ബി എന്നുള്ളതിനെ എ ബി സൈൻ തീറ്റ എന്ന് എഴുതാം. നമുക്ക് അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ രണ്ട് വെക്ടേഴ്സ് കൺസിഡർ ചെയ്യാണ്, വെക്ടർ എ ആൻഡ് വെക്ടർ ബി. ഈ വെക്ടർ എയും ബിയും കൊടുക്കുന്ന വെക്ടേഴ്സ് ചേർത്തുകൊണ്ട് നമുക്കൊരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യാം. സോ കൺസ്ട്രക്ടിങ് എ പാരലോഗ്രാം. ഇത് വെക്ടർ എ ആണ്, അതിന് കറസ്പോണ്ടിങ് സൈഡാണ് ഇവിടെ. ഇത് വെക്ടർ ബി ആണ്, കറസ്പോണ്ടിങ് സൈഡാണ് ബി ഹിയർ. ആൻഡ് ഈ പാരലോഗ്രാമിൻ്റെ ഹൈറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് എച്ച് ആണ്. നമുക്ക് ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയ ഒന്ന് കണ്ടു നോക്കാം. വട്ട് ഈസ് ഏരിയ ഓഫ് പാരലോഗ്രാം? ഏരിയ ഓഫ് ദ പാരലോഗ്രാം ഈസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് ഈ വെക്ടർ എ ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ നമ്മൾ ഏരിയ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ എ എന്നുള്ള വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഈസ് എ ഇൻറ്റു ഹൈറ്റ്. ദിസ് ഈസ് ഹൈറ്റ് എച്ച്. നമുക്ക് എച്ച് എന്താണെന്ന് കണ്ടെത്തണം. ഈ ബി എന്നുള്ള വെക്ടർ ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ രണ്ട് കമ്പോണൻസുകളാക്കി മാറ്റാം. ആംഗിളിൻ്റെ അടുത്ത് കിടക്കുന്ന കമ്പോണൻറ്റ് കോസ് തീറ്റ കമ്പോണൻറ്റും മറ്റേ കമ്പോണൻറ്റ് സൈൻ തീറ്റ കമ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ ദിസ് ഈസ് ബി കോസ് തീറ്റ ആൻഡ് ദിസ് ഈസ് ബി സൈൻ തീറ്റ. ഈ ബി സൈൻ തീറ്റനുള്ള കമ്പോണൻറ്റ് ഈക്വലൻ്റ് ആണ് ഈ എച്ച് എന്നുള്ള ഹൈറ്റ്. അപ്പോൾ നമുക്ക് എഴുതാം ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നുള്ളതിന് പകരം ബേസിന് എ എന്ന് എഴുതി ഇൻറ്റു ഹൈറ്റ് എന്നാൽ എച്ച്. എച്ചിന് പകരമായിട്ട് നമുക്ക് ബി സൈൻ തീറ്റ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു സൈൻ തീറ്റ ഓർ എ ബി സൈൻ തീറ്റ. എ ബി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടുന്നാണ് കിട്ടിയത്? ദാറ്റ് ഈസ് ആക്ച്വലി എ ക്രോസ് ബി. എ ക്രോസ് ബി വാസ് എ ബി സൈൻ തീറ്റ, മോഡുലസ് ഓഫ് എ ക്രോസ് ബി. അപ്പോൾ മോഡുലസ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആക്ച്വലി ദി ഏരിയ ഓഫ് പാരലോഗ്രാം. ഏരിയ ഓഫ് പാരലോഗ്രാം. അപ്പോൾ എ ക്രോസ് ബിയുടെ മോഡുലസ് കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന എ ബി സൈൻ തീറ്റ എന്ന് പറയുന്നത് അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് അത് ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയ ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ, ഈ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നതിന് രണ്ട് റൂളുകൾ പറയാറുണ്ട്. ആദ്യത്തെ റൂളാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് വെക്ടേഴ്സ് എടുക്കുകയാണ്, എ എന്നുള്ള വെക്ടറും ബി എന്നുള്ള വെക്ടറും. ഈ രണ്ട് വെക്ടേഴ്സിന് ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ. ഈ തീറ്റയുടെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ, അതായത് എയുടെയും ബിയിലേക്ക് എടുക്കുന്ന ആംഗിളിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ദി ഡയറക്ഷൻ ഓഫ് വെക്ടർ സി വിൽ ബി ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതേപോലെ ദ ഡയറക്ഷൻ ഈസ് ക്ലോക്ക് വൈസ്, അതായത്
ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ ആംഗിൾ എടുക്കുന്നതെങ്കിൽ അപ്പോൾ ഇവിടെ ബിയിൽ നിന്ന് എയിലേക്കാണ് എടുക്കുന്നത്, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എങ്കിൽ അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ക്ലോക്ക് വൈസ് ആവുന്ന സമയത്ത് ഈ സി എന്നുള്ള ഡയറക്ഷൻ ഇറ്റ് വിൽ ബി വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ദാറ്റ് ഇസ് ഇവിടുത്തെ കേസിൽ സി വിൽ ബി ഡൗൺവേർഡ്സ്, ഇവിടെ ആണെങ്കിൽ സി വിൽ ബി അപ്വേർഡ്സ്. ഓക്കെ. ഈ രണ്ടാമത്തെ റൂളാണ് റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ റൂൾ. നമ്മൾ രണ്ട് വെക്ടേഴ്സ് കൺസിഡർ ചെയ്യാണ്. എ എന്നുള്ള വെക്ടറും ബി എന്നുള്ള വെക്ടറും ഈ പ്ലെയിൻ ഓഫ് ബോർഡിലാണ് കിടക്കുന്നത്. ബ്ലാക്ക് ബോർഡിന്റെ ഈ പ്ലെയിനിൽ കിടക്കുന്ന രണ്ട് വെക്ടേഴ്സ് ആണ് എയും ബിയും എങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ആംഗിൾ കാണിച്ചിരിക്കുന്നത് ഈ തരത്തിലാണ്. അത് എയിൽ നിന്ന് ബിയിലേക്കാണ് ആംഗിൾ കാണിച്ചിരിക്കുന്നതെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഈ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്. അതായത് ഈ ബോർഡിന്റെ പ്ലെയിനിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് എയിൽ നിന്ന് ബിയിലേക്ക് എടുക്കുന്ന ഈ ആംഗിൾ ഈ തരത്തിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് സി വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്. ഓക്കെ. ഇനി നമ്മൾ ബിയിൽ നിന്ന് എയുടെ ഡയറക്ഷൻ, അത് ബി ക്രോസ് എടുക്കുന്ന അപ്പോൾ നേരെ എങ്ങനെയായിരിക്കും? നേരെ ഓപ്പോസിറ്റ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ വെക്ടർ എന്ന് പറയുന്നത് ഈ ബോർഡിന്റെ ഉള്ളിലേക്കിട്ടാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എ ക്രോസ് ബിയുടെ ഡയറക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ബി ക്രോസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, അതായത് ബി ക്രോസ് എന്ന് പറഞ്ഞാൽ മൈനസ് സി ആയിരിക്കും. അപ്പോൾ മൈനസ് സിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് എവേ ഫ്രം ദി ബോർഡ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഇങ്ങനെയാണ് എടുത്ത് എയിൽ നിന്ന് ബിയിലേക്ക് എടുക്കുന്ന സമയത്ത് അതാണ് നമ്മൾ വെക്ടർ എ. വെക്ടർ എ എന്ന് ഈ ബിയിലേക്ക്, എ എന്നുള്ള വെക്ടർ നിന്ന് ബി എന്നുള്ള വെക്ടറിലേക്ക് നമ്മുടെ ഈ ഫിംഗേഴ്സ് എങ്കിൽ എ ക്രോസിന്റെ ഡയറക്ഷൻ നേരെ ഉള്ളിലേക്കായിരിക്കും. ഇനി ബി ക്രോസ് എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് എയിലേക്കാണ് എടുക്കുന്നതെങ്കിൽ അപ്പോൾ വെക്ടർ ബിയിൽ നിന്ന് എയിലേക്ക് വരുന്ന സമയത്ത് ബി ക്രോസിന്റെ ഡയറക്ഷൻ നേരെ ബോർഡിൽ നിന്ന് പുറത്തേക്കായിരിക്കും, എ ക്രോസിന്റെ ഡയറക്ഷൻ ബോർഡിൽ നിന്ന് ഉള്ളിലേക്കായിരിക്കും, ബോർഡിന്റെ ഉള്ളിലേക്കായിരിക്കും. അപ്പോൾ ദാറ്റ് ഇസ് ദ റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ റൂൾ. അപ്പോൾ ഈ രണ്ട് റൂളുകൾ ഏതെങ്കിലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സിയുടെ ഡയറക്ഷൻ, അതായത് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു വെക്ടർ സി ആയതുകൊണ്ട് വെക്ടർ സിയുടെ ഡയറക്ഷൻ ഇങ്ങനെ ഏതെങ്കിലും റൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓക്കെ. അടുത്തായിട്ട് നമുക്ക് വെക്ടർ പ്രോഡക്റ്റിന്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വെക്ടർ പ്രോഡക്റ്റ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് എ ക്രോസ് ബി ഇസ് നോട്ട് ഈസ് ഈക്വൽ ടു ബി ക്രോസ് എ. നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് മനസ്സിലാക്കേണ്ട എ ഡോട്ട് ബി വാസ് ബി ഡോട്ട് എ. ബട്ട് ഹിയർ എ ക്രോസ് ബി ഇസ് നോട്ട് ഈസ് ഈക്വൽ ടു ബി ക്രോസ് എ. നമുക്ക് കിട്ടുന്നത് എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് ബി ക്രോസ് എ എന്നുള്ളതായിരിക്കും. അതായത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നില്ല വെക്ടർ പ്രോഡക്റ്റിന്റെ കേസിൽ. രണ്ടാമത്തെ പ്രോപ്പർട്ടി വെക്ടർ പ്രോഡക്റ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പറഞ്ഞാൽ എ ക്രോസ് വെക്ടർ ബി പ്ലസ് സി എന്ന് പറയുന്നത് വെക്ടർ എ ക്രോസ് ബി പ്ലസ് വെക്ടർ എ ക്രോസ് സി എന്നുള്ളതായിരിക്കും. ഈ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടി എ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് എ വെക്ടർ വിത്ത് ദ സെയിം വെക്ടർ ഇറ്റ് സെൽഫ് ഈസ് 0. കാരണം വെക്ടർ എ അതേ വെക്ടർ തന്നെ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ വെക്ടർ എ ക്രോസ് എ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു, അതായത് ഒന്നാമത്തെ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു രണ്ടാമത്തെ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എ ഇൻറ്റു അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ സൈൻ 0. സോ ദാറ്റ് ഈസ് 0. സോ എ ക്രോസ് ഐ ഇസ് ഈക്വൽ ടു 0. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ഡോട്ട് എ എന്നുള്ളത് എ ഇൻറ്റു കോസ് 0 ആയിരിക്കും. കോസ് 0 പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ എ ഡോട്ട് എ വാസ് എ സ്ക്വയർ, ബട്ട് എ ക്രോസ് ഐ ഇസ് ഈക്വൽ ടു 0. ഇനി നമ്മളടുത്ത് മനസ്സിലാക്കേണ്ടത് യൂണിറ്റ് വെക്ടേഴ്സിനെ കുറിച്ചാണ്. വെക്ടർ പ്രൊഡക്റ്റ് ഓഫ് യൂണിറ്റ് വെക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഐ ജെ കെ ആണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്നറിയാം. അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റുകൾ ഓരോന്നായി നോക്കാം. ആദ്യം ഐ ക്രോസ് ജെ നോക്കാം. ഐ ക്രോസ് ജെ, അതായത് ഐ എന്നുള്ളത് എക്സ് ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടറാണ്, ജെ എന്നുള്ളത് വൈ ഡയറക്ഷനും കെ എന്നുള്ളത് സെഡ് ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അപ്പോൾ ഐ ക്രോസ് ജെ കാണുന്ന സമയത്ത് ഇതാണ് ഇവിടെ ഐ എന്നുള്ള വെക്ടർ, ഇതാണ് ജെ എന്നുള്ള യൂണിറ്റ് വെക്ടർ. അപ്പോൾ ഐ ക്രോസ് ജെ എടുക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് എടുക്കുന്നത്. അപ്പോൾ ആംഗിൾ പോസിറ്റീവായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഐ ക്രോസ് ജെയുടെ വാല്യൂ, അതായത് ഐയുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, യൂണിറ്റ് വെക്ടർ ആണ്. ജെയുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. സോ 1 × 1 ഇൻറ്റു ദെൻ ഐക്കും ജെക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ, അതായത് ഐക്കും ജെക്കും പെർപെൻഡിക്കുലർ ആയിട്ട് വെക്ടർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഐയും ജെയുടെയും പെർപെൻഡിക്കുലർ ആയിട്ട് വെക്ടറാണ് കെ എന്ന് പറയുന്നത്. അതായത് എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു വെക്ടർ സി ആണെങ്കിൽ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ സി വാസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്ടർ എ ആൻഡ് വെക്ടർ ബി. അതേപോലെ ഇവിടെ ഐക്കും ജെക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറാണ് ഇവിടെ കെ എന്നുള്ള വെക്ടർ. കാരണം ഇത് മൂന്നും ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് ആണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആണ്. സോ 1 × 1 ഇൻറ്റു ദെൻ കെ, ദാറ്റ് ഈസ് വെക്ടർ കെ. സോ ഐ ക്രോസ് ജെ ഇസ് ഈക്വൽ ടു എന്ത് വരും? വെക്ടർ കെ എന്നുള്ളത് കിട്ടും. അടുത്തത് ജെ ക്രോസ് കെ നോക്കാം. ജെ ക്രോസ് കെ വന്ന സമയത്ത് നോക്കൂ, ജെയിൽ നിന്ന് കെക്കുള്ള ഇതാണ് ആംഗിൾ. നമ്മൾ എടുത്തിരിക്കുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ ജെക്കും കെക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറാണ് ഐ എന്നുള്ള വെക്ടർ. ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഒക്കെ തന്നെ 90 ഡിഗ്രി ആണ്. അപ്പോൾ നമ്മൾ എ ഇൻറ്റു ബി ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ 90 ആണ്. അപ്പോൾ അവിടെയൊക്കെ തന്നെ സൈൻ 90യുടെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ ജെ ക്രോസ് കെ ഇസ് ഈക്വൽ ടു 1 × 1 ഇൻറ്റു ഐ ക്യാപ് എന്ന് പറഞ്ഞാൽ ആൻസർ ഐ ക്യാപ്പ് ആയിരിക്കും. സോ ജെ ക്രോസ് കെ ഇസ് ഈക്വൽ ടു ഐ. ദെൻ കെ ക്രോസ് ഐ നോക്കൂ, ഇവിടെ കെ ക്രോസ് ഐ എന്നുള്ളത് ആണറിയാം, ഇതും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പോൾ
കെക്കും ഐക്കും പെർപെൻഡിക്കുലർ ആയിട്ട് വെക്ടറാണ് ജെ എന്നുള്ള വെക്ടർ. സോ കെ ക്രോസ് ഐ ഈസ് ഈക്വൽ ടു നമുക്ക് ജെ എന്നുള്ളത് കിട്ടും. ഇനി ഇതിന്റെ റിവേഴ്സ് എടുത്ത് നോക്കാം. ഐ ക്രോസ് ജെയുടെ ഓപ്പോസിറ്റ് എടുക്കുകയാണെങ്കിൽ ജെ ക്രോസ് ആയി എടുക്കുന്ന സമയത്ത് നോക്കൂ, ജെ ക്രോസ് ആയി അപ്പോൾ നമ്മൾ എടുക്കുന്ന ആംഗിൾ നേരെ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ കിട്ടുന്ന സൈൻ എന്ന് പറയുന്നത് മൈനസ് സൈൻ ആയിരിക്കും. ഇതേ കെ തന്നെ കിട്ടുക, പക്ഷേ മൈനസ് കെ ആയിരിക്കും. അതേപോലെ കെ ക്രോസ് ജെ എന്ന് പറയുന്നത് നോക്കൂ, കെ ക്രോസ് ജെ ലൈക്ക് ദിസ് ഈസ് അഗൈൻ ക്ലോക്ക് വൈസ്. ആ തരത്തിൽ കെ ക്രോസ് ജെ ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് മൈനസ് ഐ ആയിരിക്കും. അതേപോലെ മൂന്നാമത്തത് കെ ക്രോസ് ഐ ജെ ആവുന്ന സമയത്ത് ഐ ക്രോസ് കെ, ഐ ക്രോസ് കെ എന്ന് പറഞ്ഞതാണ് ഐ ക്രോസ് കെ. ദിസ് ഈസ് അഗൈൻ ക്ലോക്ക് വൈസ്, അപ്പോഴും സൈൻ മൈനസ് ആയിരിക്കും. സോ ഐ ക്രോസ് കെ ഇസ് ഈക്വൽ ടു മൈനസ് എ. ഇതില്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് തന്നെ ഡയറക്റ്റ് വരാം. എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് ബി ക്രോസ് എ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഐ ക്രോസ് ജെ ഇസ് ഈക്വൽ ടു കെ ആണെങ്കിൽ ജെ ക്രോസ് ഐ ഇസ് ഈക്വൽ ടു മൈനസ് കെ ആണ്. അതുപോലെ ജെ ക്രോസ് കെ ഇസ് ഈക്വൽ ടു ഐ ആണെങ്കിൽ കെ ക്രോസ് ജെ ഇസ് ഈക്വൽ ടു മൈനസ് ഐ ആണ്. അതായത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നില്ല. കെ ക്രോസ് ഐ ഇസ് ഈക്വൽ ടു ജെ ആണെങ്കിൽ ഐ ക്രോസ് കെ ഇസ് ഈക്വൽ ടു വെക്ടർ ജെ എന്നുള്ളതായിരിക്കും. അതായത് യൂണിറ്റ് വെക്ടർ ജെ എന്നുള്ളതായിരിക്കും. ഇതാണ് യൂണിറ്റ് വെക്ടേഴ്സിന്റെ വെക്ടർ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി നമുക്ക് യൂണിറ്റ് വെക്ടറിനെ അതേ വെക്ടറായിട്ട് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഐ ക്രോസ് ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ഇൻറ്റു ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ഇൻറ്റു ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ, അതായത് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഐയും ഐയും തമ്മിലുള്ള ആംഗിൾ എന്താണ്, 0 ആണ്. അപ്പോൾ സൈൻ 0 ആയതുകൊണ്ട് ഐ ക്രോസ് ഐ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതേപോലെ ജെ ക്രോസ് ജെ, വെക്ടർ ജെ ക്രോസ് ജെ ഇസ് ഈക്വൽ ടു 0. അതുപോലെ കെ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ്, അതായത് യൂണിറ്റ് വെക്ടേഴ്സ് കെയുടെ ക്രോസ് പ്രൊഡക്റ്റ് കഴിഞ്ഞാലും ആൻസർ 0 ആയിരിക്കും. അപ്പോൾ അതായത് കാരണം ഇവിടെ വെക്ടർ എ ക്രോസ് എ എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് ഒരു വെക്ടർ അതേ വെക്ടർ ആയിട്ട് എടുക്കുന്ന ക്രോസ് പ്രൊഡക്റ്റിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഐ ക്രോസ് ഐ ഈക്വൽ ടു 0 ആയിരിക്കും, ജെ ക്രോസ് ജെ ഈക്വൽ ടു 0 ആയിരിക്കും, കെ ക്രോസ് കെ ഈക്വൽ ടു 0 ആയിരിക്കും. ഇതൊക്കെ തന്നെയാണ് വെക്ടർ പ്രൊഡക്റ്റിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്. നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് നോക്കാം. ഒരു പ്രോബ്ലം നോക്കൂ. വെക്ടർ എ ഈക്വൽ ടു 2i ക്യാപ് മൈനസ് 3j ക്യാപ് പ്ലസ് 4k ക്യാപ്. വെക്ടർ ബി ഈക്വൽ ടു ഐ ക്യാപ് മൈനസ് 2j ക്യാപ് പ്ലസ് 3k ക്യാപ്. ഫൈൻഡ് വെക്ടർ എ ക്രോസ് ബി. ഇതെങ്ങനെ ചെയ്യാമെന്ന് വിശദമാക്കാം. വെക്ടർ എ ക്രോസ് ബി കാണുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഐ ജെ കെ എന്നുള്ള യൂണിറ്റ് വെക്ടേഴ്സ് ആദ്യം അതേപോലെ എഴുതാം. രണ്ടാമത് എഴുതേണ്ട റോയിൽ എഴുതേണ്ടത്, അതായത് ഈ ഐ ജെ കെ എന്നുള്ള വെക്ടേഴ്സിൻ്റെ കോഎഫിഷ്യൻസ് ആണ്. ഇതിവിടെ 2 എഴുതി, ഇവിടെ -3 എഴുതി, പിന്നെ ഇവിടെ 4 എഴുതി. പിന്നെ ബി എന്നുള്ള വെക്ടറിന് ഇതേപോലെ എഴുതുക. ഐയുടെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, ദെൻ -2 ദെൻ 3. നമ്മളിങ്ങനെ 2 ലൈൻ വരയ്ക്കും. ഇതിന് നമ്മൾ പറയുന്നവരെ ഡിറ്റർമിനൻ്റ് എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾ മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ മനസ്സിലാക്കും. നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈസ് ഈക്വൽ ടു ആദ്യം ഈ ഐ ക്യാപ്പ് എന്നുള്ള വെക്ടർ എടുക്കുക. അപ്പോൾ ഈ ഐ ക്യാപ്പ് ഉൾപ്പെടുന്ന ഈ റോയും ഈ കോളും നമ്മൾ ഒഴിവാക്കുക. പിന്നെ ബാക്കി വരുന്ന ഇങ്ങനെ 2 ടേമുകളാണ്. അപ്പോൾ നമുക്ക് അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ആണ് വേണ്ടത്. അതായത് ഇവിടെ നോക്കൂ, -3 ഇൻറ്റു 3, അതായത് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു, മൈനസ് പിന്നെ അതിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ദാറ്റ് ഈസ് 4 ഇൻറ്റു -2. ഓക്കെ. അപ്പോൾ ഈ ആദ്യത്തെ ഐ എന്നുള്ള കോഎഫിഷ്യൻ്റ് ഐ എന്നുള്ള യൂണിറ്റ് വെക്ടർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ടേമുകൾ കഴിഞ്ഞു. ഇനി രണ്ടാമത് എടുക്കേണ്ടത് മൈനസ് ആണ് എടുക്കേണ്ടത്. രണ്ടാമത്തെ മൈനസ് ജെ ക്യാപ് ഇതേപോലെ എഴുതി. ദെൻ അപ്പോൾ ഈ ജെ ഉൾപ്പെടുന്ന റോയും ഈ കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരുന്നത് ഇങ്ങനെയാണ്, ദാറ്റ് ഈസ് 2 ഇൻറ്റു 3 മൈനസ് പിന്നെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക 4 ഇൻറ്റു 1. ഇവിടെയൊക്കെ കൊടുക്കേണ്ടത് മൈനസ് ആണ്. രണ്ടാമത്തെ ഫസ്റ്റ് ടേം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ കൊടുക്കേണ്ട ടേം മൈനസ് ആണ്, ദാറ്റ് ഈസ് 4 ഇൻറ്റു 1. പിന്നെ മൂന്നാമത്തെ കെ ക്യാപ്പ് നടക്കേണ്ടത് കെ ക്യാപ്പ്. ഓക്കെ. അപ്പോൾ കെ ഉൾപ്പെടുന്ന റോയും കെ ഉൾപ്പെടുന്ന കോളം ഒഴിവാക്കുക. പിന്നെ ബാക്കി വരുന്ന നോക്കൂ, 2 ഇൻറ്റു -2 പിന്നെ മൾട്ടിപ്ലൈ ചെയ്തു, -3 ഇൻറ്റു 1. ഓക്കെ. അപ്പം ഒന്നുകൂടി ആവർത്തിക്കാം. ഐ എന്നുള്ള ഉൾപ്പെടുന്ന റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ ഐ നിർത്തി കഴിഞ്ഞാൽ ഇവിടെ -3 ഇൻറ്റു 3 മൈനസ്, എപ്പോഴും ഇവിടെ മൈനസ് എടുക്കേണ്ടത്, പിന്നെ 4 ഇൻറ്റു -2. അപ്പോൾ ഐ എന്നുള്ള ടേമിൻ്റെ കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ ജെ എടുക്കുക. അപ്പോൾ ജെ ഉൾപ്പെടുന്ന റോയും ജെ ഉൾപ്പെടുന്ന കോളും ഒഴിവാക്കി. സോ ജെ എപ്പോഴും ജെ എടുക്കുമ്പോൾ രണ്ടാമത്തെ സൈൻ എടുക്കേണ്ടത് മൈനസ് ആണ്. അത് എപ്പോഴും എടുക്കണം. അങ്ങനെ തന്നെ മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു ദെൻ 2 ഇൻറ്റു 3 മൾട്ടിപ്ലൈ ചെയ്തു, ദാറ്റ് ഈസ് 2 ഇൻറ്റു 3 മൈനസ് 4 ഇൻറ്റു 1. രണ്ടാമത്തെ ടേം കഴിഞ്ഞു. പ്ലസ് പിന്നെ എടുക്കേണ്ടത് കെ ആണ്, പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു കെ ക്യാപ്പ് ഉൾപ്പെടുന്ന റോയും കോളും ഒഴിവാക്കി. സോ 2 ഇൻറ്റു -2 അതേപോലെ എഴുതി, -3 ഇൻറ്റു 1. ഓക്കെ. നമുക്ക്
കാൽക്കുലേഷൻ ചെയ്യാം. -3 × 3 എന്ന് പറഞ്ഞാൽ -9. ഇവിടെ 4 × -2 ദാറ്റ് ഈസ് -8. -8 കൂടെ +8 ആവും. ഓക്കെ. -j ഇൻറ്റു ഇവിടെ 2 × 3 6 ആണ്. ഇവിടെ -4. ഓക്കെ. ദെൻ k ആണ് ഇവിടെ 2 × -2 ദാറ്റ് ഈസ് -4. ഇവിടെ -3 മൈനസ് കൂടെ ആകുമ്പോൾ +3. ഓക്കെ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. -9 +8 ആകുമ്പോൾ യു വിൽ ഗെറ്റ് -j, അതായത് -1 കിട്ടും. അപ്പോൾ -i. ദെൻ ഇവിടെ 6 -4 ദാറ്റ് ഈസ് 2. അപ്പോൾ -2j പ്ലസ് അല്ല ഇവിടെ വരിക. നോക്കൂ, -4 +3 കൂടി ആകുമ്പോൾ എന്താ വരിക? മൈനസ് വരും. -1 അപ്പോൾ -k. സോ ദാറ്റ് വിൽ ബി ദി വാല്യൂ ഓഫ് വെക്റ്റർ A × B. ഇങ്ങനെയാണ് A × Bയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇങ്ങനെ ഐയും ജെയും കെയും ഉൾപ്പെടുന്ന വെക്ടേഴ്സ് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ij ഫസ്റ്റ് റോ ആയിട്ട് എഴുതുക. പിന്നെ എയുടെ കോയഫിഷ്യൻസ്, അതായത് എയുടെ യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ കോയഫിഷ്യൻസ് ബിയുടെ എഴുതുക. അതിനുശേഷം ഈ തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും A × Bയുടെ വാല്യൂ. രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. ഷോ ദാറ്റ് ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടെയ്ൻ ബിറ്റ്വീൻ വെക്ടേഴ്സ് വെക്ടർ A ആൻഡ് വെക്ടർ B ഈസ് 1/2 ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് A × B. അതായത് A × Bയുടെ മോഡുലസിൻ്റെ ഹാഫാണ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്നാണ് കണ്ടെത്തുന്നത്. അതായത് ഇവിടെ രണ്ട് വെക്ടേഴ്സ് എടുത്തിരിക്കുകയാണ്, വെക്ടർ എയും വെക്ടർ ബിയും. ആ രണ്ട് വെക്ടറിൻ്റെ ഇടയ്ക്ക് ഉള്ള ഈ ഏരിയ എന്ന് പറയുന്നത് 1/2 ഓഫ് A × B എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് പ്രൂവ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ്, അപ്പോൾ നമുക്ക് നോക്കൂ, ഇത് വെക്ടർ എ ആണ്, ഇത് വെക്ടർ ബി ആണ്, ഈ ആംഗിൾ തീറ്റയാണ്. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഇതിൻ്റെ ഏരിയയാണ് കണ്ടെത്തുന്നത്. നമുക്ക് ഇതിനെ ഒരു പാരലോഗ്രാമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഒരു പാരലോഗ്രാം എന്ന് ശരിക്കും പറഞ്ഞാൽ രണ്ട് ട്രയാങ്കിൾ ചേർന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്താനാണ് പോകുന്നത്. നമ്മൾ ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയ എന്താണെന്ന് കണ്ടെത്തി നേരത്തെ ക്ലാസ്സിൽ കണ്ടെത്തിയിട്ടുണ്ട്. പാരലോഗ്രാമിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ A × B മോഡുലസ് എന്നുള്ളതാണ് ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയ എന്ന് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഈ വെക്ടേഴ്സ് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ഇത് വെക്ടർ എ എന്നുള്ള വെക്ടർ ഇങ്ങോട്ട് വരച്ചു, വെക്ടർ ബി എന്നുള്ള വെക്ടർ ഈ തരത്തിൽ ഇങ്ങോട്ട് വരച്ചു. ഓക്കെ. ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ, മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങോട്ട് ജോയിൻ ചെയ്തു. ഈ ഹൈറ്റാണ് h. അപ്പോൾ നമുക്കിവിടെ കാണുന്നത് ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്കറിയാം 1/2 × ബേസ് × ആൾട്ടിറ്റ്യൂഡാണ്. ദാറ്റ് ഈസ് 1/2 × b × h. ദാറ്റ് ഈസ് 1/2 ഇവിടെ ബേസ് എന്ന് പറയുന്നത് ഈ എ എന്നുള്ള വെക്ടർ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എ ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് h. നമുക്ക് ബി എന്നുള്ള വെക്ടറിനെ രണ്ട് കമ്പൗണ്ട് ആക്കി മാറ്റാൻ നേരത്തെ ചെയ്ത പോലെ ഇത് b cos θ ആയിരിക്കും, ഇത് b sin θ ആയിരിക്കും. കാരണം ഈ തീറ്റ എന്നുള്ള ഇതിനോട് ചേർത്ത് കിടക്കുന്ന കമ്പൗണ്ടാണ് cos θ കമ്പൗണ്ട്, ഇത് sin θ കമ്പൗണ്ട് ആയിരിക്കും. അപ്പോൾ ഇവിടെ b sin θ ആയിരിക്കും കിട്ടുക. അപ്പോൾ 1/2 × a × ഹൈറ്റിന് പകരം ഈ ഹൈറ്റ് തന്നെയാണ് ഇവിടുത്തെ b sin θ. സോ 1/2 × a × b sin θ. or it can be written as 1/2 ab sin θ. ഈ ab sin θയ്ക്ക് പകരമാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്? മോഡുലസ് ഓഫ് A × B എന്ന് ചെയ്തിരുന്നത്. മോഡുലസ് A × B എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ദി ഏരിയ ഓഫ് പാരലോഗ്രാം. സോ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 1/2 × A × B. അതാണ് നമുക്ക് കിട്ടേണ്ടത്. ദാറ്റ് ഈസ് ദ ഏരിയ ഈസ് 1/2 ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് A × B. അപ്പോൾ നമുക്ക് പ്രൂഫ് ശരിയായി. ഹെൻസ് പ്രൂഫ്ഡ്. ദാറ്റ് ഈസ്, അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയയുടെ ജസ്റ്റ് ഹാഫാണ്. കാരണം ഒരു പാരലോഗ്രാം എന്ന് പറയുന്നത് രണ്ട് ട്രയാങ്കിൾ ചേർന്നതാണെന്ന് നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാവും. മൂന്നാമത്തെ പ്രോബ്ലം നോക്കാം. ഷോ ദാറ്റ് A dot B × C, vector A dot B × C is equal to the magnitude of volume of parallelly piped formed on three vectors, vector A, vector B and vector C. ഇതൊരു പാരലി പൈപ്ഡ് ആണ്. ഈ പാരലി പൈപ്ഡ് ഫോം ചെയ്തിരിക്കുന്ന ഒരു 3 വെക്ടേഴ്സ് ആണ്. ഒന്ന് ദിസ് ഈസ് ദ വെക്ടർ എ, ദിസ് ഈസ് വെക്ടർ ബി, ദിസ് ഈസ് വെക്ടർ സി. അപ്പോൾ ഈ സൈഡ് ബി ആണെങ്കിൽ വെക്ടർ ബി ആണ്, ഇവിടെ വെക്ടർ ബി ആയിരിക്കും, ഇത് വെക്ടർ ബി ആയിരിക്കും, ഇത് വെക്ടർ ബി ആയിരിക്കും. അതുപോലെ ഇത് വെക്ടർ എ ആണെങ്കിൽ ദിസ് ഈസ് വെക്ടർ എ, ദിസ് ഈസ് വെക്ടർ എ, ദിസ് ഈസ് വെക്ടർ എ. അതുപോലെ ഇത് വെക്ടർ സി ആണ്, വെക്ടർ സി ആണ്, ഇവിടെ വെക്ടർ സി ആണ്, ഇവിടെ വെക്ടർ സി ആണ്. ഓക്കെ. നമുക്ക് കാണേണ്ടത് ഈ പാരലൽ പൈപ്പിഡിൻ്റെ വോളിയമാണ്. പാരലൽ പൈപ്പിഡിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. പാരലൽ പൈപ്പിഡിൻ്റെ ബേസ് എന്ന് പറയുന്നത് നോക്കൂ, ഇതൊരു പാരലോഗ്രാം ആണ്. പാരലോഗ്രാമിൻ്റെ ബേസ് ഏരിയ ഇൻറ്റു ഈ ഹൈറ്റ് h ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ബേസ് ഏരിയ എന്ന് പറയുന്നത് ഒരു പാരലോഗ്രാം ആയതുകൊണ്ട് നമ്മൾ പാരലോഗ്രാമിൻ്റെ ഏരിയ നമ്മൾ കണ്ടെത്തി. എയും ബി ആണ് രണ്ട് വെക്ടേഴ്സ് എങ്കിൽ മോഡുലസ് ഓഫ് A × B ആയിരുന്നു പാരലോഗ്രാമിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ബിയും സി ആണ് വെക്ടേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് B × C. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് B × B ഈസ് ദ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത്
ദിസ് ഈസ് ഹൈറ്റ്. ഈ ഹൈറ്റ് h എന്നുള്ളത് പറയുന്നത് ഈ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ നമ്മൾ ഈ എ എന്നുള്ള വെക്ടറിൻ്റെ ഈ തീറ്റയോട് ചേർന്ന് കിടക്കുന്ന കമ്പോണൻ്റാണ് എ കോസ് തീറ്റ കമ്പോണൻറ്റ്. അപ്പോൾ ഈ ഹൈറ്റ് തന്നെ ആയിരിക്കും ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത്. സോ എ കോസ് തീറ്റ നമ്മൾ എടുക്കുന്നു. ദാറ്റ് ഈസ് ബി ക്രോസ് സി മോഡുലസ് ഇൻറ്റു എ കോസ് തീറ്റ. അപ്പോൾ അങ്ങനെ എഴുതാം. മോഡുലസ് ഓഫ് ബി ക്രോസ് സി എന്ന് പറയുന്നത് നമുക്ക് ബി ക്രോസ് സി സിമ്പിളായിട്ട് എഴുതാം. ദെൻ എ കോസ് തീറ്റ അതിന് എ ഡോട്ട് എഴുതും. കാരണം എ ഡോട്ട് ബി എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം എ ബി കോസ് തീറ്റ എന്ന് എഴുതാം. അതേപോലെ ഇവിടെ തന്നെ ഇവിടെ എ കോസ് തീറ്റ ഇൻറ്റു ബി ക്രോസ് സി. അപ്പോൾ അങ്ങനെ നമുക്ക് എ ഡോട്ട് ബി ക്രോസ് സി, അതായത് എ ഡോട്ട് ബി ക്രോസ് സി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എപ്പോഴായിരുന്നു? വോളിയം ഓഫ് പാരലൽ പൈപ്ഡ് കണ്ടപ്പോഴാണ്. അതായത് എ ഡോട്ട് ബി ക്രോസ് സി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ വോളിയം ഓഫ് എ പാരലൽ പൈപ്ഡ് ഫോംഡ് ഓൺ 3 വെക്ടേഴ്സ്, വെക്ടർ എ, വെക്ടർ ബി ആൻഡ് വെക്ടർ സി. അവസാനമായി നമുക്ക് ഈ പ്രോബ്ലം കൂടി നോക്കാം. ഡിറ്റർമിൻ എ യൂണിറ്റ് വെക്ടർ which is perpendicular to both vector A 2i cap plus j cap plus cap and vector B is equal to I cap minus j cap plus 2 cap. അത് രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, വെക്ടർ എയും ബിയും. ആ രണ്ട് വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടറാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്കറിയാം വെക്ടർ സി is equal to വെക്ടർ എ ക്രോസ് ബി ആണെങ്കിൽ the vector C is perpendicular to both വെക്ടർ എ ആൻഡ് വെക്ടർ ബി. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് വെക്ടർ സി ആണ്. എന്നിട്ട് വെക്ടർ സി കണ്ടെത്തിയതിന് ശേഷം അതിൻ്റെ ിലേക്കുള്ള യൂണിറ്റ് വെക്ടർ കണ്ടെത്തിയാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ വെക്ടർ സി കാണാം. വെക്ടർ സി is equal to വെക്ടർ എ ക്രോസ് ബി. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഐ ജെ ഒക്കെ എഴുതി, ഇതിൻ്റെ കോഎഫിഷ്യൻസ് എഴുതി 2, 1, 1 അതേപോലെ എഴുതി. ദെൻ ബിയുടെ 1, -1, 2 എന്ന് എഴുതി. അതിനുശേഷം ഐ ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ ഐ ഇൻറ്റു 1 × 2 -1 × -1 ദാറ്റ് ഈസ് -1. രണ്ടാമത് എപ്പോഴും ഉള്ളത് മൈനസ് ആണ്. സോ മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു ഈ റോയും കോളം ഒഴിവാക്കി. സോ 2 × 2 4 മൈനസ് 1 × 1 1 പ്ലസ് വീണ്ടും പ്ലസ് ആണ് കെ ക്യാപ്പ് ഇൻറ്റു ഈ റോയും കോളം ഒഴിവാക്കി 2 × -1 ദാറ്റ് ഈസ് -2 ദെൻ 1 × 1 1. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടും 2 - -1 ഈസ് 3. സോ 3i ക്യാപ്പ്. ഇവിടെ 4 - 1 പറഞ്ഞാൽ 3 ആണ്. 3 മൈനസ് ചെയ്യുമ്പോൾ -3j. പിന്നെ ഇവിടെ -2 - 1 വരുമ്പോൾ ഇവിടെ -3 വരും, ദാറ്റ് ഈസ് -3k. അപ്പോൾ 3i ക്യാപ്പ് -3j ക്യാപ്പ് -3k ക്യാപ്പ് ദാറ്റ് ഈസ് വെക്ടർ സി. നമ്മൾ കാണേണ്ടത് യൂണിറ്റ് വെക്ടർ എലോങ് വെക്ടർ സി ആണ്. അപ്പോൾ യൂണിറ്റ് വെക്ടർ എലോങ് വെക്ടർ സി ദാറ്റ് ഈസ് സി ക്യാപ്പ് ഈസ് ഈക്വൽ ടു വെക്ടർ സി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ സി. നമുക്ക് ആദ്യം മോഡുലസ് ഓഫ് വെക്ടർ സി കാണണം. മോഡുലസ് ഓഫ് വെക്ടർ സി കാണണമെങ്കിൽ ഇതിൻ്റെയൊക്കെ തന്നെ കോഎഫിഷ്യന്റുകളുടെ സ്ക്വയർ എടുക്കുക. അത് ഐയുടെയും ജെയുടെയും കെയുടെ കോഎഫിഷ്യന്റുകൾ സ്ക്വയർ ചെയ്യുക. ദാറ്റ് ഈസ് 3² പ്ലസ് -3² പ്ലസ് -3² അണ്ടർ റൂട്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് √9 + 9 + 9 ദാറ്റ് ഈസ് √27. വിൽ ഗെറ്റ് 3√3. അതാണ് മോഡുലസ് ഓഫ് വെക്ടർ സി. നമുക്ക് കാണേണ്ട യൂണിറ്റ് വെക്ടർ ആണ്. യൂണിറ്റ് വെക്ടർ എലോങ് വെക്ടർ സി ഈസ് ഈക്വൽ ടു വെക്ടർ സി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ സി. വെക്ടർ സി അതേപോലെ എഴുതി 3i ക്യാപ്പ് -3j ക്യാപ്പ് -3k ക്യാപ്പ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ സി എന്ന് പറയുന്നത് 3√3. ഇവിടെ എല്ലാ 3 കോമൺ ആണ്. 3 എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് താഴെ √3 മാത്രമാവും. സോ 1/√3 പുറത്തേക്ക് എടുത്തു. ഐ ക്യാപ്പ് -j ക്യാപ്പ് -k ക്യാപ്പ്. സോ ദാറ്റ് ഈസ് ദ യൂണിറ്റ് വെക്ടർ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്ടർ എ ആൻഡ് വെക്ടർ ബി. ഇങ്ങനെയാണ് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്താണെന്നുള്ളതും ആ സെൻറ്റർ ഓഫ് മാസ് മോഷനുമായി ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് നമ്മൾ കണ്ടെത്തി. അതായത് ഇവിടെ കിട്ടിയ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ദ സെൻറ്റർ ഓഫ് മാസ് മോഷൻ ഈസ് ഓൺലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കിട്ടി. അതിനുശേഷം വെക്ടർ പ്രൊഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതും അതിൻ്റെ ഡയറക്ഷൻ അതുപോലെ കാര്യങ്ങൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡൊക്കെ മനസ്സിലാക്കി. ശേഷം നമ്മൾ ആ കോൺസെപ്റ്റ് ഉൾപ്പെടുന്ന ഡിഫറെൻറ്റ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.